പഴയ നിയമത്തിലും ഭക്തന്മാർ ഉപവസിച്ചിട്ടുണ്ട്, പുതിയ നിയമത്തിലും ഭക്തന്മാർ ഉപവസിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിൽ 1-ാം നൂറ്റാണ്ടിൽ ഒരു സഭ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തെ ആരാധിച്ചും പോകുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അന്ത്യോക്യയിലെ ഒരു സഭ, അവർ കർത്താവിനോട് പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ അവിടെ വെച്ച് ശൗലിനെയും ബർന്നബാസിനെയും എൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിപ്പീൻ എന്നുള്ള ദൈവത്തിൻ്റെ ആലോചന മുഴങ്ങുകയും ഭക്തന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവ് ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന് വേണ്ടി അവരെ അയച്ചതായിട്ട് കാണുവാൻ കഴിയും. പഴയ നിയമ ഇസ്രായേലിന് മാത്രമല്ല, പുതിയ നിയമസഭയ്ക്കും ഒഴിച്ചുകൂടുവാനാവാത്ത ഒരാത്മീക അനുഭവമാണ് ഉപവാസം എന്ന് പറയുന്നത്. പഴയ നിയമത്തിലെ ഭക്തന്മാരായ മോശ, ഏലിയാവ് തുടങ്ങിയവരൊക്കെ ഉപവസിച്ചതായി, ദീർഘദിവസങ്ങൾ ആഹാരപദാർത്ഥങ്ങൾ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ചെലവഴിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എപ്പോഴും മാതൃകയാക്കുവാൻ കഴിയുന്ന നമ്മുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് നമ്മുടെ കർത്താവ് തന്നെയാണ്. താൻ മരുഭൂമിയിൽ 40ഓളം ദിവസങ്ങൾ പിതാവിനോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചും തൻ്റെ പിതാവിനെ മഹത്വപ്പെടുത്തിയും പിതാവിൻ്റെ ശബ്ദം കേട്ടും സാന്നിധ്യം അനുഭവിച്ചും കൊണ്ടിരുന്നതായ അനുഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. ഏതാണ് ഈ ജാതി? ദുഷ്ടനായ സാത്താനെ പറ്റിയാണ് യേശു പറയുന്നത്. പലപ്പോഴും നമ്മുടെ മുന്നേറ്റത്തെ തടയുന്ന പൈശാചിക ശക്തികൾ നമുക്കെതിരെ വെല്ലുവിളിക്കാറുണ്ട്. നമ്മുടെ ഭവനങ്ങൾക്കെതിരെ, നമ്മുടെ തലമുറകൾക്കെതിരെയൊക്കെ ശക്തമായ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് എപ്പോഴും നമ്മുടെ നാശം കാണുവാൻ നമ്മുടെ മുന്നേറ്റത്തെ തടയുന്ന സാത്താൻ തടസ്സങ്ങൾ സൃഷ്ടിക്കുമ്പോൾ ഇവിടെയാണ് ഉപവാസത്തിൻ്റെ പ്രസക്തി, ഇവിടെയാണ് പ്രാർത്ഥനയുടെ പ്രസക്തി. നാം നിരന്തരം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരിക്കലും ഭോഷ്ക് പറയാത്ത കർത്താവ് പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, വളരെ നാളുകളായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പല വിഷയങ്ങൾക്ക് മറുപടി കാണാതെ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ ഇന്നു മുതൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന മറ്റൊരു മാനത്തിലേക്ക് ദൈവം നമ്മെ നയിക്കുകയാണ്. ഒന്നുകൂടി തീവ്രമായി പ്രാർത്ഥിപ്പാൻ, പകലിലെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ വെടിഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിപ്പാൻ നിങ്ങൾ തീരുമാനമെടുത്താൽ കർത്താവ് പറയുന്നു, പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ കർത്താവ് സ്വാതന്ത്ര്യം നൽകും. നിങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവ് തൻ്റെ ദിവ്യമായ പ്രവൃത്തികൾ വെളിപ്പെടുത്തും. നിങ്ങളുടെ തലമുറകളെ കർത്താവ് ശോഭനമായ വഴികളിലേക്ക് ദൈവം നടത്തും. നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ ആത്മീയ അനുഗ്രഹങ്ങൾ ദൈവം നൽകിത്തരും. സ്വദേശത്തും വിദേശത്തുമായിരിക്കും ദൈവമക്കൾ എല്ലാവരും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. ഈ പകലിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ കരം വെപ്പിനാൽ രോഗികൾ സൗഖ്യമാകുന്ന ചില വിടുതലിൻ്റെ ശുശ്രൂഷകൾ തമ്പുരാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഒരു നിയോഗത്തിന് വേണ്ടി, ഒരു ദൗത്യ നിർവഹണത്തിന് വേണ്ടി, ആവശ്യമായ ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഉപവസിക്കാം. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 20-ാം സങ്കീർത്തനം ഞാൻ ഔപചാരികമായിട്ട് മാത്രമാണ് വാക്യപ്രതിവാക്യമായി വായിച്ചത്. പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അലയടിച്ച ദൂതെന്ന് പറയുന്നത് യെശയ്യാവിൻ്റെ പുസ്തകമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 6 മുതലുള്ള വാക്യങ്ങളാണ്. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലയോ ദൈവം പറയുകയാണ്, എനിക്കിഷ്ടമുള്ള ഉപവാസം ഇതൊക്കെയാണ്. 4 കൂട്ടം കാര്യങ്ങളാണ് ദൈവം പറയുന്നത്. അന്യായ ബന്ധനങ്ങളെ, അനീതിയുടെ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതാണ് എനിക്കിഷ്ടമുള്ള ഉപവാസം.
നമ്മൾ പലപ്പോഴും ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം ചെയ്യാൻ മെനക്കെടാറില്ല. നമുക്ക് പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാൻ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപവസിപ്പാനാണ് നാം പലപ്പോഴും തയ്യാറാകുന്നത്. നമുക്കിഷ്ടമുള്ള സമയം നാം അതിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു. നമുക്ക് ആശ്വാസത്തിൻ്റെ ദൂത് കേൾക്കണം, നമുക്ക് നമ്മുടെ ഭാവി അറിയണം, അത് ശോഭനമായ ഭാവിയായിരിക്കണം. ഇങ്ങനെയുള്ളതായ വാഗ്ദത്ത വചനങ്ങൾക്ക് വേണ്ടി, അത് കേൾക്കുവാൻ വേണ്ടി ഇഷ്ടമുള്ള പ്രവാചകന്മാരെ നാം വിളിച്ചു വരുത്തുന്നു. നമുക്കിഷ്ടമുള്ളതുപോലെയൊക്കെ നാം ചെയ്തു കൂട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ചിലരൊക്കെ ഇവിടെയല്ല, അവർ തന്നെ കണ്ടെത്തിയ ഒരു സേഫ് സോണുണ്ട്, അവിടെ നിന്ന് അവർ മാറത്തില്ല. അവരുടെ സൗകര്യത്തിനനുസരിച്ച് തന്നെ, അത് പ്രാർത്ഥനയായാലും ആരാധനയായാലും. ചിലരാണെങ്കിൽ പ്രാർത്ഥനാ മുറിയുടെ അല്ലെങ്കിൽ ആലയത്തിൻ്റെ പടിവാതിൽക്കലേ ഇരിക്കത്തുള്ളൂ. 10 തവണ ഫോൺ കോൾ വരും. ഇവിടെ തകർത്ത ആരാധന നടക്കുമ്പോൾ പുള്ളിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യണം, ഓടുക. ചിലരാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടുന്നിടത്തിരിക്കും, അവർക്കതാ ഇഷ്ടം. നമ്മുടെ സൗകര്യം, നമ്മുടെ ഇഷ്ടം. ശശികുട്ടിച്ചാ നോക്കുന്ന ആരൊക്കെയായി? നമ്മുടെ ഇഷ്ടം. നമുക്ക് കാറ്റ് കിട്ടുന്നിടത്ത്, ഇനി അടുത്തിരിക്കുന്ന സഹോദരിയുടെ വായിൽ നിന്ന് തുപ്പലൊന്നും തെറിക്കാതെ ഒതുങ്ങി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ദൈവദാസന്മാരെ വിളിക്കുമ്പോൾ വരുന്ന പാസ്റ്റർ വെട്ടിമുറിച്ച് പറയുന്നവനാണെങ്കിൽ, പാസ്റ്റേ അതൊന്നും വേണ്ട, നമുക്ക് ഒരു ആശ്വാസത്തിൻ്റെ ദൂതൊക്കെ കേൾക്കാം. അങ്ങനെ നമുക്കിഷ്ടമുള്ള ദൂതിന് വേണ്ടി ഇഷ്ടമുള്ള ആളുകളെ വിളിച്ചു വരുത്തുന്നു. എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ. ശരിയാണോ? നമ്മുടെ ഇഷ്ടം പോലെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇന്ന് പകലിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നു, നിങ്ങളോട് പറയുന്നു, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കുന്ന അനുഭവങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം ചെയ്യാൻ, നമ്മുടെ സേഫ് സോണിൽ നിന്നും, നമുക്ക് കൺവീനിയൻസ് ആയിട്ടുള്ള, നമുക്ക് സൗകര്യപ്രദമായ ഇടത്തു നിന്നുമൊക്കെ ഒന്ന് മാറി, ദൈവത്തിന് സ്തോത്രം, നമുക്ക് ദൈവസന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിപ്പാൻ, ദൈവത്തോട് സംസാരിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലെങ്കിൽ തന്നെയും അതിനെ ഒന്നും വകവയ്ക്കാതെ ഒരു പോരാട്ടം സഹിച്ചുകൊണ്ട്, ത്യാഗം സഹിച്ചുകൊണ്ട്, മുഴങ്കാൽ മടക്കി പ്രാർത്ഥിപ്പാൻ ഇന്ന് പകൽ ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം ചെയ്യാൻ നാം സമ്മതിച്ചാൽ, നാം തീരുമാനിച്ചാൽ, നാം സമർപ്പിച്ചാൽ, അവിടെ ദൈവത്തിന്റെ തീയിറങ്ങുക തന്നെ ചെയ്യും. ഇന്ന് പകൽ അതിനുവേണ്ടി സഭയെ പരിശുദ്ധമാവ് ഒരുക്കുകയാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം, ദൈവത്തിന് ഇഷ്ടമുള്ള ഉപവാസം ചെയ്യാൻ, ദൈവത്തിന്റെ ഹിതമാമണ്ണം പ്രാർത്ഥിപ്പാൻ, ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ. ഞാൻ വിശ്വസിക്കുന്നു, ഈ ആലയത്തിനകത്ത് ഇടമില്ലാതെ വണ്ണം പുതിയ വ്യക്തികളെ ദൈവം കൊണ്ടുവരാൻ പോവുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ വെളിപ്പെടാൻ പോവുകയാണ്. തീരാ രോഗങ്ങൾ, മാറാ വ്യാധികൾ അപ്രത്യക്ഷമാകത്തക്ക നിലയിൽ അത്ഭുതത്തിന്റെ ശുശ്രൂഷകൾ തമ്പുരാൻ ഇവിടെ നമ്മെ കൊണ്ട് ചെയ്യാൻ പോവുകയാണ്. അത് ചെയ്യണ്ടേ? അത് വേണ്ടേ? അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സന്തോഷത്തോടെ ഒന്ന് സ്വീകരിച്ചോട്ടെ. സ്തോത്രം ചെയ്ത് സ്തോത്രം. മക്കളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. യേശുപ്പച്ചൻ അല്ലെങ്കിൽ ദൈവം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, എനിക്കിഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നതും, നുകത്തിന്റെ അമിക്കേറുകളെ അഴിക്കുന്നതും, പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുന്നതും, എല്ലാ നുകത്തെയും തകർക്കുന്നതാണ്. പലപ്പോഴും നമുക്ക് ഇതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്ലിയറായിട്ടുള്ളതിൻ്റെ വ്യാഖ്യാനങ്ങൾ പലരും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ചിന്തിച്ച്, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പറയുന്നത് ദൈവം മനുഷ്യനോട് പറയുന്നതാ കേട്ടോ. ദൈവം മനുഷ്യനോട് പറയുകയാണ്, നീ അന്യായ ബന്ധനത്തെ അഴിക്ക്. നമ്മുടെ ആഗ്രഹവും നമ്മുടെ പ്രാർത്ഥനയും, കർത്താവ് നീ അഴിക്കണേ. മക്കളെ, യേശുവപ്പച്ചന് അഴിക്കാൻ പറ്റുന്ന ബന്ധനവുമുണ്ട്, നമ്മൾ അഴിക്കേണ്ടുന്ന കെട്ടുകളുമുണ്ട്.
2-3 ഉദാഹരണം പറയാം. ഒരിക്കൽ യേശു ബേഥാനിയിലേക്ക് വന്നു. ലാസറിന്റെ മൃതശരീരം ചീഞ്ഞളിഞ്ഞ് ആ കല്ലറയ്ക്കകത്ത് കിടക്കുകയാണ്. യേശു ആ കല്ലറയുടെ വാതിൽക്കൽ വന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. പബ്ലിക്കിനോട് പറയുകയാണ്, ലാസറിന്റെ ബന്ധുക്കളെന്ന് അഭിമാനിക്കുന്ന, ലാസറിന്റെ കൂട്ടുകാരനാണെന്ന് പറയുന്ന, ലാസറിന്റെ ചാർച്ചക്കാരാണെന്ന് അഭിമാനിക്കുന്ന, ലാസറിന്റെ പള്ളിക്കാരാണെന്ന് പറയുന്ന നൂറുകണക്കിന് ആളുകൾ ആ കല്ലറയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ യേശു അവരോട് പറയുകയാണ്, കല്ലുരുട്ടി മാറ്റുവീൻ, കല്ല് നീക്കുവിൻ. അത് ആരോടാ പറയുന്നത്? വന്ന ആളുകളോടാ പറയുന്നത്. ലാസർ എൻ്റെ അമ്മാച്ചൻ്റെ മോനാന്നും പറഞ്ഞ് നിൽക്കുന്നവനോട്, ലാസർ ഞങ്ങളുടെ ഇടവകക്കാരനാണെന്ന് പറഞ്ഞ് നിൽക്കുന്നവരോട്, ഇപ്പൊ ലാസറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സകലരോടും പറയുകയാണ്, യേശു പറയുകയാണ്, കല്ല് നീക്കുവീൻ. കർത്താവിനെ നീക്കാൻ പറ്റാഞ്ഞിട്ടാണോ? അല്ല. നിങ്ങൾ ഉരുട്ടി വെച്ച, നിങ്ങളുടെ കരങ്ങളാൽ നിങ്ങൾ ഇവിടെ വെച്ച ആ കല്ല് നിങ്ങൾ തന്നെ. യേശു പറയുകയാണ്, ലാസറേ പുറത്തു വരിക. ലാസർ പുറത്തു വന്നു. എങ്ങനെ വന്നു? റൂമാലെല്ലാം ഇങ്ങനെ ചുറ്റി കെട്ടപ്പെട്ടവനായി അവൻ പുറത്തേക്ക് വന്നു. രണ്ടാമത് യേശു ലാസറിന്റെ പള്ളിക്കാരോട്, ലാസറിന്റെ കൂട്ടുകാരോട്, ലാസറിന്റെ ചാർച്ചക്കാരാണെന്ന് അഭിമാനിക്കുന്നവരോട്, ബന്ധുക്കളോട് പറയുകയാണ്, അവന്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ. അപ്പോൾ കെട്ടഴിക്കാൻ കർത്താവ് ആരോടോ പറഞ്ഞത്? ആളുകളോട്, മനുഷ്യരോടാ പറഞ്ഞത്. നാട്ടുകാരെ, ഞാൻ മരണാധികാരിയായ ഘോരനായ പിശാചിന്റെ മരണത്തിന്റെ പാശങ്ങളെ അഴിച്ച് അവനെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ അവന്റെ കെട്ടഴിച്ച് വിട്. ഞാൻ പറഞ്ഞു വരുന്നത്, കർത്താവ് അഴിക്കുന്നത് കർത്താവ് അഴിച്ചിരിക്കും. നമ്മൾ അഴിക്കേണ്ടത് നമ്മൾ അഴിച്ചിരിക്കണം. നമ്മൾ അഴിക്കേണ്ടത് നമ്മൾ അഴിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പലപ്പോഴും നമ്മൾ കർത്താവിൻ്റെ സ്ഥലത്തിൽ, കർത്താവെ ഈ 21 ഉപവാസം കഴിഞ്ഞാൽ 22ാമത്തെ ദിവസവും വേണമെങ്കിൽ അഴിക്കണേ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് ഇങ്ങനെ എൻ്റെ പൊന്നു കുഞ്ഞ്, ഇത് എൻ്റെ പരിപാടിയല്ലടാ, നിങ്ങൾ അഴിക്കേണ്ടതാണെന്നാണ് കർത്താവ് പറയുന്നത്. അനീതിയുടെ ബന്ധനങ്ങളെ അഴിപ്പി. അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയൊരു പുള്ളിയെ ഞാൻ കണ്ടു വേദപുസ്തകത്തിൽ, അപ്പോസ്തല പ്രവൃത്തികളിൽ. പഴയ നിയമത്തിലൊന്നും പോകണ്ട, അപ്പോസ്തല പ്രവൃത്തികളിൽ തിരുസഭ ഉടലെടുത്ത അത്ഭുതങ്ങളാലും വീര്യപ്രവർത്തികളാലും ദേശങ്ങളിൽ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവത്തിന്റെ വചനം പരന്നുകൊണ്ടിരിക്കുമ്പോൾ ശമരിയിൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെന്ന് അടയാളങ്ങളും അത്ഭുത പ്രവർത്തികളും ചെയ്തു. 8-ാം അധ്യായമാണെന്നാണ് എൻ്റെ വിശ്വാസം. അവിടെ ചെല്ലുമ്പോൾ ശമരിയിൽ മഹതി എന്ന് പറയുന്ന ഒരു ദൈവശക്തിയെ, അല്ലെങ്കിൽ ദൈവശക്തിയെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദുർശക്തിയെ സേവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ്റെ പേര് ശിമോൻ എന്നാണ്. ആഭിചാരകനാണ്, ജ്യോതിഷക്കാരനാണ്, കൈനോട്ടക്കാരനാണ്, മുഖലക്ഷണം പറയുന്നവനാണ്. തന്നിൽ വ്യാപരിക്കുന്ന ദുരാത്മാവിൻ്റെ ശക്തിയാൽ ഭാവിയും വർത്തമാനവും ഇതെല്ലാം പറയുന്ന ഒരു മനുഷ്യൻ. ഈ ശമര്യയിൽ ഫിലിപ്പോസ് വന്ന് വീര്യപ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് നടുക്കമായി. പുള്ളിയും ഫിലിപ്പോസിനോട് ചേർന്നു. കാരണം ഇത് കൊള്ളാമല്ലോ, തൻ്റെ മേൽ വ്യാപരിക്കുന്ന ശക്തിയേക്കാൾ 10 മടങ്ങ് ശക്തിയുമായിട്ട് ഇവൻ വന്നിരിക്കുന്നത്. അപ്പം ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. വേണ്ടി വന്നാൽ ആ ശക്തി ഒന്ന് തട്ടിയെടുക്കണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ട് പുള്ളിയും കൂടെ കൂടി. ദൈവത്തിന് സ്തോത്രം. പുള്ളി നോക്കിയപ്പോൾ ഇത് അപ്പോസ്തലന്മാർ വരുന്നു, രോഗികളുടെ മേൽ കൈവെക്കുന്നു, പെട്ടെന്ന് അവർ സൗഖ്യം പ്രാപിക്കുന്നു, ഭൂതങ്ങൾ അലറി ഓടുന്നു. ഇന്ന് വരെയും ശിമോൻ കാണാത്ത, ശിമോന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പരിശുദ്ധം അവിടെ ചെയ്യാൻ തുടങ്ങി. ഇന്ന് പകലിൽ ദേശത്തെ അടക്കി വാഴുന്ന അന്ധകാര ശക്തികളെ നോക്കി ഞാൻ വിളിച്ചു പറയുകയാണ്, നീ ചെയ്യുന്ന, അല്ലെങ്കിൽ ദുർശക്തികൾ ഇവിടെ ചെയ്യുന്ന, മനുഷ്യനെ കൈക്കലാക്കി ഇവിടെ ചെയ്യുന്ന സകല സ്വന്തം അന്യായമായ സകല പരിപാടികളെ കട്ടിലുപരിയായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികൾക്ക് സൗഖ്യം വരുത്താൻ സഭയ്ക്ക് കഴിയുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഉടരബലബ അന്ധകാര ദുർശക്തികളാൽ എന്തെല്ലാം അടയാളങ്ങൾ ഈ ദേശത്ത് നടമാടിയാലും അതെല്ലാം താൽക്കാലികമായിരിക്കും. പക്ഷേ ആത്യന്തികമായ ശക്തിയാൽ, ദൈവാത്മാവിന്റെ ശക്തിയാൽ സഭ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. ഉടരബലബ വീര്യപ്രവർത്തികൾ ഇനി അകലെയല്ല, അത്ഭുതങ്ങൾ ഇനി അകലെയല്ല. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ദേശത്ത് വെളിപ്പെടാൻ പോവുകയാണ്.
ശമര്യയിൽ ദൈവവചനം പരന്നതുപോലെ, യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തിയാൽ വിടുതൽ വെളിപ്പെട്ടതുപോലെ ഓതറയിലും ദൈവം അത് ചെയ്യാൻ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇവൻ നോക്കിയപ്പോൾ അപ്പോസ്തലന്മാർ തലയിൽ കൈവയ്ക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. പുള്ളി നേരെ വീട്ടിലേക്ക് ഓടി 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 മോനെ ഒരു കെട്ട് നോട്ട് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ ഒരുത്തൻ്റെ, ആരോടാ പറയുന്നത്? പത്രോസിനോടല്ലേ പറയുകയാണ്, ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവനും പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം. ദേ പത്രോസെ പിടിച്ചോ, 10 ലക്ഷം രൂപ. ഞാനൊരു കാര്യം പറയാം, ഹോളി സ്പിരിറ്റ് ഇറ്റ് ഈസ് ഫ്രീ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ചീപ്പ്. പരിശുദ്ധാത്മാവ് സൗജന്യമായി ലഭിക്കുന്നതാണ്, സൗജന്യമായി കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചീപ്പല്ല. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? സൗജന്യമായി കിട്ടുന്നത് പലതും ചീപ്പാ. തേങ്ങ ഇട്ടപ്പോൾ 19 തേങ്ങ നമ്മുടെ വീട്ടിലിട്ടപ്പോൾ 10-40 തേങ്ങ, നല്ല തേങ്ങ നമ്മളെല്ലാം കൊണ്ട് നമ്മൾ അടുക്കി വെച്ചിട്ട് 10 തേങ്ങ വഴിയെ പോയ പാവപ്പെട്ടതേ കൊണ്ടുപോയി ചട്ടം കൊണ്ട് കേട്ടോ. സൗജന്യം പുള്ളി പാവത്താനല്ലേ, ഈ വിശ്വാസി കൊടുത്തപ്പം ഔദാര്യമാണെന്ന് കൊണ്ട് ഈ ചൊള്ളും ചൊടുക്കയെല്ലാം അവന് കൊടുത്തു വിട്ടു. ഫ്രീ കൊടുത്തു വിടുക. ഇത് സൗജന്യമായിട്ട് കിട്ടുന്നതെന്ന് പറയുന്നത് ചീപ്പല്ല കേട്ടോ, ഇത് വില കൊടുത്താൽ കിട്ടുന്നതുമല്ല. ശിമോന്റെ വിചാരം ഇത് സൗജന്യമാണല്ലോ, എന്നാൽ ഇരിക്കട്ടെ, 10 ലക്ഷം രൂപയ്ക്ക് കിട്ടട്ടെ. എൻ്റെ പൊന്നു മോനെ ശിമോനെ, നിന്റെ ഉള്ളിൽ പിശാചാടാ. അതിന് തക്ക ഒരു മറുപടി പത്രോസ് പറയുകയാണ്. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ വിചാരിക്കുന്നുവോ? നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. അടുത്ത വാക്യം, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. അടുത്ത വാക്യം, നീ പകയിലും അനീതിയുടെ നീ പകയിലും, കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു. ഉണ്ടോ? അതാണ് അനീതിയുടെ ബന്ധനം. വാസ്തവത്തിൽ ഈ അന്യായ ബന്ധനം എന്ന് പറയുന്നത് അതാ, കൈപ്പുള്ള പക. എന്താ? ഇവ നോക്കിയപ്പോൾ അത്രയും നാളുകൾ ഈ ശമര്യയിൽ ഫിലിപ്പോസ് വന്ന് കാലുകുത്തുന്ന നാൾ വരെയും ഇവൻ അവിടുത്തെ എന്തൊക്കെയായിരുന്നു? ശിമോനായിരുന്നു അവിടുത്തെ ഹീറോ. ശിമോനായിരുന്നു അവിടുത്തെ ആളുകളെ പരിഭ്രമിപ്പിച്ചു പോന്നവൻ. അവനായിരുന്നു അവിടുത്തെ എല്ലാവർക്കും എല്ലാമായി വിരാജിച്ചവൻ. പക്ഷെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടന്നപ്പോൾ ഇവനൊരു കണ്ണുകടി. അതാണ് വാസ്തവത്തിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആ വേർഡാണ് അവിടെ ചേർക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ ഇസ്രായേലിലെ കന്യകമാരെല്ലാം ഗാനപ്രതിഗാനമായിട്ടൊരു പദം പറഞ്ഞു. ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 കൊന്നു. അവൻ ചിന്തിപ്പെട്ട എനിക്ക് 1000 ഇവളുമാർ തന്നുള്ളൂ, ദാവീദിന് ഇവളുമാർ 10,000 കൊടുത്തു. അന്നു മുതൽ ശൗലിന്റെ ഉള്ളിൽ കണ്ണുകടി തുടങ്ങി. അന്നു മുതൽ ശൗൽ അനീതിയുടെ ബന്ധനത്തിൽ അകപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ശമര്യയിൽ ഫിലിപ്പോസ് ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് ഇവനുണ്ടായ കണ്ണുകടി, അതാണ് കൈപ്പുള്ള പക, അനീതിയുടെ ബന്ധനം. അത് അനീതിയുടെ ബന്ധനമായി മാറി. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആരുടെയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അസൂയയുടെ ഒരു ചെറിയ കണികയെങ്കിലും വന്നാൽ അത് നീ ബന്ധിക്കപ്പെടുകയാണ്. അതിനെയാണ് നാം അഴിക്കേണ്ടത്. ആ അന്യായ ബന്ധനത്തെയാണ് അഴിക്കേണ്ടത്. ഇത് ദൈവമല്ല അഴിക്കുന്നത്, നീ തന്നെ അഴിക്കണം. അനീതിയുടെ ബന്ധനങ്ങളെ അഴിക്കാൻ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് സമർപ്പണമുണ്ട്, എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയരെ, ഇത്രയും വർഷത്തെ സഭാ ശുശ്രൂഷയിൽ പെന്തക്കോസ്തി ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് ചെറുപ്പം മുതൽ എനിക്കറിയാം, പല വീടുകളിലും ഭാര്യയ്ക്ക് പോലും ഭർത്താവിനോട് കണ്ണുകടി, ഭർത്താവിനും ഭാര്യയോട് കണ്ണുകടി, അസൂയ. ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ ഫലം എന്നറിയാമോ? ബന്ധിക്കപ്പെടുക. ഇനി വാര്യാപുര യോനാച്ചാൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് തലയെ പിടിച്ച് കുലിക്കിയാലും അഴിയില്ല.
ഈ അനീതിത ബന്ധനത്തെ നീ സ്വയം അഴിക്കണം, നീ സ്വയം അഴിക്കണം. ഞാൻ ചോദിക്കട്ടെ, പല നേട്ടങ്ങൾക്ക് വേണ്ടി ഇതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചു. 15 ദിവസങ്ങൾ, കർത്താവേ എനിക്കൊരു നല്ല വീട് വേണം, കർത്താവേ എനിക്കൊരു നല്ല വാഹനം വേണം, കർത്താവേ എൻ്റെ കുഞ്ഞിൻ്റെ ജോലി ശരിയാക്കണം, ഇതെല്ലാം പ്രാർത്ഥിച്ചു വരവേ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പാ എൻ്റെ ഉള്ളിൽ അസൂയയുണ്ട്, അതൊന്ന് മാറ്റിത്തരണേ. ഇല്ല, എനിക്ക് കുറച്ച് കുശുമ്പുണ്ട് കർത്താവേ, അതൊന്ന് മാറ്റണേ എന്ന് ആരെങ്കിലും പ്രാർത്ഥിച്ച് ഞാൻ കേട്ടില്ല. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. പ്രാർത്ഥിക്കണം കേട്ടോ, ഇന്ന് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പാ ഇച്ചിരി കുശുമ്പ് എനിക്കുണ്ട്, ഇച്ചിരി അല്ല ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാ കുറയ്ക്കുന്നത്? അടുത്ത വീട്ടിലെ മാർക്കോസിൻ്റെ മോന് ഡിസ്റ്റിങ്ഷൻ കിട്ടിയപ്പോൾ, എൻ്റെ കുഞ്ഞ് 2nd ക്ലാസ്സിൽ മാത്രം പാസ്സായപ്പോൾ എനിക്ക് അപ്പാ ആ ചെറുക്കനോട് അസൂയ ഉണ്ടായി. ക്ഷമിക്കണേ, പറ. അതാണ് വേണ്ടത്. യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് ഈ അന്യായ ബന്ധനങ്ങൾ നീ അഴിക്കുന്നതാണ്. ഇതഴിക്കാൻ കർത്താവ് വരത്തില്ല. കർത്താവെ അഴിക്കണേ എന്ന് 21 കഴിഞ്ഞ് 22 കഴിഞ്ഞ് ഇനി 40 കഴിഞ്ഞ് നീ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കർത്താവ് അവൻ്റെ കൈകൾ ചലിക്കില്ല. കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവേ, എന്നിൽ വന്ന അസൂയ എന്നെക്കാളും ശ്രേഷ്ഠകരമായ നിലയിൽ ഈ ദൈവദാസന്മാർ ഈ പുൾപ്പിറ്റിൽ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ അപ്പ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഡേവിഡ് പാസ്റ്റർ അസൂയ പൂണ്ടാൽ ഞാൻ ബന്ധിക്കപ്പെടുകയാണ്. പകരം ദൈവമേ, ഈ ദൈവദാസനെ ഉപയോഗിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ ഞാൻ അനുഗ്രഹിക്കപ്പെടുകയാ. ഈ പകൽക്കാലം എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? ആരോടും പക പാടില്ല, ആരോടും കുശുമ്പ് പാടില്ല, ആരോടും അസൂയ പാടില്ല. നീ ബന്ധിക്കപ്പെടും. തുറന്ന മനസ്സോടെ പറയുന്നു, ഈ ദൈവദാസന്മാരെ ഞാൻ സ്നേഹിക്കുന്നു. അവർ എത്രത്തോളം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടാൽ എനിക്ക് അസൂയയില്ല. അവരത് ഉപയോഗിക്കട്ടെ, അവരുടെ തലമുറകളെ മാനിക്കട്ടെ, നിങ്ങളുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതാണ് എന്റെ സന്തോഷം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. മക്കളെ, നിങ്ങൾ പഠിച്ച് വളർന്ന എഞ്ചിനീയർമാരായാലും ഡോക്ടർമാരായാലും, മക്കളെ നിങ്ങൾ ഡോക്ടർമാരായാലും ആരായാലും അങ്കിളിന് അസൂയയില്ല കേട്ടോ, ഇല്ല. മരിക്കുന്നവരെ അസൂയയില്ലാത്തൊരു പാസ്റ്ററായിട്ട് ജീവിക്കണമെന്ന് എൻ്റെ ആഗ്രഹം. കാരണം നാം സ്വയം ബന്ധിക്കപ്പെടുക. അപ്പോൾ ഈ സമരയിലെ ഈ ശിമോനോട് എന്തെന്നില്ലാത്തൊരു പക, അസൂയ ആർക്കുണ്ടായി? ശിമോനുണ്ടായി. ഇത്രയും വർഷം ഈ നാടിളക്കി ഈ നാട്ടിൽ ഹീറോ ആയിരുന്ന ശിമോന് നോക്കിയപ്പോൾ പറഞ്ഞതാ, എൻ്റെ പരിപാടിയൊന്നും ഇവിടെ ഏൽക്കുന്നില്ല. അവൻ എന്തൊക്കെയോ ചെയ്യുന്നു, അവൻ കൈവെക്കുമ്പോൾ അത്ഭുതം നടക്കുന്നു. അങ്ങനെയെങ്കിൽ അവനാണ് ഇനി ഹീറോ. അത് വരാൻ പാടില്ല. അവൻ ഒരു പരിധിക്കപ്പുറത്തേക്ക് പോകാൻ പാടില്ല, അവൻ പൊങ്ങാൻ പാടില്ല, അവൻ ഉയരാൻ പാടില്ല. അതല്ലേ പക, അതല്ലേ കൈപ്പുള്ള പക. യേശുവിന്റെ നാമത്തിൽ അടുത്ത ഭവനം ഉയരുമ്പോൾ സന്തോഷിക്കാൻ എത്ര പേർക്ക് കഴിയുന്നുണ്ട്? നിന്റെ കൂടെ ഇരിക്കുന്ന വിശ്വാസിയുടെ പൈതലൊരു ജോലി ലഭിക്കുമ്പോൾ എത്ര പേർക്ക് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട്? അതാണ് യഥാർത്ഥമായ ഹൃദയം എന്ന് പറയുന്നത്, അതാണ് നിഷ്കളങ്കമായ ഹൃദയം എന്ന് പറയുന്നത്. അത് പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അത് പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. പലപ്പോഴും നമ്മുടെ ബന്ധനങ്ങളൊക്കെ മുറുകി പോകുകയാണ്. ഉള്ള ബന്ധനം മുറുകുകയാണ്. ഒരു വാക്യം ഞാൻ നിങ്ങൾക്ക് തരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 22-ാമത്തെ വാക്യം. മോനെ, ഇത് ഓൺലൈനിൽ പോകുന്നുണ്ടോ? പോകട്ടെ, നാട്ടുകാരൊക്കെ കേൾക്കട്ടെ, കാണട്ടെ. വിദേശത്തേക്കുള്ള ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ട്. എന്നെ അറിയുന്ന ഒത്തിരി സ്നേഹിതർ ഇതൊക്കെ കാണുന്നുണ്ട്. എല്ലാവർക്കും ഇത് അനുഗ്രഹമായി ഭവിക്കട്ടെ. ആകയാൽ നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് പരിഹാസ നിമിത്തം ബന്ധനം മുറുകുന്നു. ഇന്ന് രാവിലെ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ? സാരി ഉടുത്തോണ്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ? ചിരി അടുത്തിരിക്കുന്നു. പരിഹസിക്കുക, മുറുകുക, കെട്ടുമുറുകുക കേട്ടോ. നീ പരിഹാസിയാകരുത്, പരിഹസിക്കരുത്, ആരെയും പരിഹസിക്കരുത്. ദൈവത്തെ പരിഹസിച്ചുകൂടാ, ദൈവദാസന്മാരെ പരിഹസിച്ചുകൂടാ, ഇടത്തും വലത്തും ഇരിക്കുന്ന നിന്റെ സഹോദരന്മാരെ നീ പരിഹസിച്ചുകൂടാ.
പിതാക്കന്മാരെ നിങ്ങൾ പരിഹസിച്ചുകൂടാ. വീട്ടിലെ അപ്പനെ നീ പരിഹസിക്കരുത് മോനെ, അപ്പച്ചനെ ഒന്നും പരിഹസിക്കരുത് കേട്ടോ, അപ്പച്ചന്മാരെ ഒന്നും പരിഹസിക്കരുത് കേട്ടോ. നിസു, ആരെയും പരിഹസിക്കരുത്, അമ്മച്ചിയൊന്നും പരിഹസിക്കരുത്. മക്കളെ, നിങ്ങൾ ആരെയും പരിഹസിക്കരുത്. പിള്ളേരൊക്കെ കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ഇരട്ടപ്പേരിടാറുണ്ട്. ചില അധ്യാപകർക്കൊക്കെ കേട്ടിട്ടുണ്ടോ? പിന്നെ വർഷങ്ങളെ അധ്യാപകരെയൊക്കെ ഇരട്ടപ്പേരിട്ട് നമ്മൾ വിളിക്കരുത്. അധ്യാപകരെ ഇരട്ടപ്പേരിടുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ലോകത്തിലുണ്ട്. ഞൊണ്ടി മറിയാമ്മ, അത് ഞൊണ്ട് വന്നത് കർത്താവ് അല്ലേ കൊടുത്തത്? കർത്താവ് മാറ്റട്ടെ. പരിഹസിക്കരുത്, നിങ്ങൾ പരിഹാസികളാകരുത്. എന്താ? ഒന്നുകൂടെ വായിച്ചേ മാമേ. ആകയാൽ നിങ്ങളുടെ ബന്ധനം മുറുകിപ്പോകാതിരിക്കേണ്ടതിന് പരിഹാസികളാകരുത്. അനീതിയുടെ ബന്ധനം വരുന്നത് പകയിലൂടെയാ, അസൂയയിലൂടെയോ. ആ വന്ന ബന്ധനം മുറുകുന്നത് നീ പരിഹാസിയായി മാറുമ്പോഴാ. ഇന്ന് മുതലൊന്ന് കർത്താവേ, പരസ്യമായിട്ട് പ്രാർത്ഥിക്കണ്ട, രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. യോഗത്തിന് വരുമ്പോൾ ശാന്തമായി കർത്താവേ, ഞാനൊരു പരിഹാസിയാണേ, തെക്കേ വീട്ടിലെ ത്രേസ്യാമ്മയെ ഞാൻ പരിഹസിച്ചിട്ടുണ്ടേ, അപ്പാ ക്ഷമിക്കണേ, ക്ഷമിക്കണേ. അഴിക്കത് അഴിച്ചു മാറ്റ്. മുന്നേറണ്ടേ, നിയോഗം ലഭിക്കണ്ടേ, നിന്റെ കൈവെപ്പിനാൽ രോഗികൾ സൗഖ്യമാകണ്ടേ, ദ്വീപുകൾ നിന്റെ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ, ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതി കൊണ്ടെന്ന്. അതുകൊണ്ട് ദൈവപാദമെടുത്തെങ്കിൽ ഈ ദിനങ്ങളിലെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, നീ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. പിന്നെ പറയുന്നു, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക. നുകം എന്താണെന്നൊക്കെ പറഞ്ഞാൽ ഈ പിള്ളേർക്ക് മനസ്സിലാകത്തില്ല. എടാ മക്കളെ, നിങ്ങൾ ഈ ഇത് കണ്ടിട്ടുണ്ടോ? ഈ നെൽപ്പാടങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ നാട്ടിൽ നെൽപ്പാടങ്ങളൊക്കെ എല്ലാം ഇങ്ങനെ മൂടി അവിടെയൊക്കെ വലിയ വലിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതുകൊണ്ടിരിക്കുക. പടത്തെങ്കിലും നിങ്ങൾ കണ്ടു കാണും, പടത്തിലെങ്കിലും കണ്ടു കാണും അല്ലേ? വീഡിയോ ഒക്കെ എടുത്ത് നോക്കണം. അപ്പോൾ ഈ നെൽപ്പാടങ്ങളിലൊക്കെ പണ്ട് കാലത്ത് 2 കാളകളെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ പുറത്ത് വലിയ തടിക്കട്ട വെച്ചിട്ട് പിന്നെ അതിൻ്റെ താഴേക്കൊരു സാധനം വെച്ചിട്ട് അതാ കലപ്പ, എന്നിട്ട് ഇങ്ങനെ ഉഴുവുന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഈ നുകം ഈ കാളകളുടെ കഴുത്തിൽ വന്ന് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കെട്ടിയതാരാണോ അവൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കാളകൾ പോകുന്നത്. ശരിയാണോ? എത്ര കരുത്തുള്ള, എത്ര കഴിവുള്ള, എത്ര ജീവനുള്ള കാളയാണെന്ന് പറഞ്ഞാലും നുകം വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങണമെങ്കിൽ നിയന്ത്രിതാവ് പറയണം. അതാണ് നുകമെന്ന് പറയുന്നത്. കഴുത്തിൽ നുകത്തിൻ്റെ അമിക്കയറ് വീണാൽ ദൈവത്തിന് സ്തോത്രം, അവൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാനൊക്കത്തില്ല. ഞാൻ ആത്മീക ലോകത്തിൽ ആദ്യം പാസ്റ്റർമാരുടെ കാര്യം പറയാം. ദൈവമക്കൾ ഇടം വലം തിരിക്കാത്ത ചില ഉപദേശമാരുണ്ട്. അവർ കിട്ടുന്ന സ്വോത്രകാഴ്ച വേറെ പോകരുത്, അങ്ങനെയുള്ള ചില ആളുകളുണ്ട്. അതൊരു തരം നുകമാ. അങ്ങനെയുള്ള പ്രവണതകളെല്ലാം കർത്താവേ ഞാൻ അഴിക്കുകയാണപ്പാ. അല്ല, ഞാനും പ്രാർത്ഥിക്കണ്ടേ? വേണ്ടേ? നീ നിമിത്തം, നിന്റെ ചിന്താഗതി നിമിത്തമായി, അല്ലെങ്കിൽ നീ ആരുടെയുമൊക്കെ തലയിൽ നിന്റെ വഴിക്ക് തന്നെ നിൽക്കണം, നിന്റെ വരുതിക്ക് വരണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ പാടില്ല എന്നുള്ള ചിന്തയിൽ നിന്റെ വീട്ടിനകത്ത് പോലും ഭാര്യമാരെ, മക്കളെ ഒരു നുകം വെച്ച കാളയ്ക്ക് തുല്യമായിട്ടാണ് നീ കൊണ്ടുപോകുന്നതെങ്കിൽ അതഴിക്കണം അച്ഛാ, അതഴിക്കണം. ചില ഭർത്താക്കന്മാർക്ക് അങ്ങോട്ട് തിരിയാൻ മേലെ, ഇങ്ങോട്ട് നോക്കാൻ മേലെ. എൻ്റെ പൊന്നെ, അമ്മാമ്മയുടെ കണ്ണുരുട്ടും ആ നോട്ടവും ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കലേ നേരത്തെ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് കേട്ടോ. ഒരു സഭയിലിരുന്നപ്പോൾ ഒരു അമ്മാമ്മ വരാൻ തുടങ്ങി, യോഗത്തിനൊരു അമ്മാമ്മ വരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഈ കൂട്ടായ്മയ്ക്കൊക്കെ ആൾ കൂടുമ്പോൾ എനിക്ക് സന്തോഷമല്ലേ. അങ്ങനെ വന്നപ്പോൾ പിന്നെ എനിക്കൊരാഗ്രഹം തന്നെ, ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് ഈ പതിവായിട്ട് വരുന്ന ഈ അമ്മയുടെ വീട്ടിലൊന്ന് പോകണമല്ലോ, നമുക്കൊന്ന് പോയി കണ്ട്. അന്നേരത്തേക്ക് ഞാൻ ചിന്തിച്ചപ്പോൾ അമ്മയുടെ വീട് നോക്കിയപ്പോൾ ഒരു സ്ഥലം, ആ സ്ഥലം ഇപ്പം ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഓൺലൈനിൽ ആരെങ്കിലും കേൾക്കും.
സ്ഥലം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോകാം. അപ്പോൾ ഞാൻ ആ സ്ഥലത്തുനിന്ന് വരുന്ന ആ സ്ഥലത്തിനടുത്തുനിന്ന് വരുന്ന ഒരു അച്ചായനും അമ്മയുണ്ട്. അപ്പോൾ അവരെ കൂടി കൂട്ടുപിടിച്ചു. അച്ഛാ നമുക്ക് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത്, നിങ്ങളുടെ ഒരു 100 മീറ്റർ മാറി അച്ഛാ, നമുക്ക് അയ്യോ അച്ഛാ നമുക്ക് പാസ്റ്റർ നമുക്ക് പോകാം. ഈ പാസ്റ്റർ ഭാര്യയും ഈ അച്ചായനും അമ്മാമ്മയും കൂടി ഈ പറഞ്ഞ അമ്മാമ്മയുടെ വീട്ടിലോട്ട് ചെന്നു. ഭയങ്കര സന്തോഷമാണ്, അമ്മാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. പാസ്റ്റർ എനിക്ക് ഓരോ ആഴ്ചയിലും വരുമ്പോൾ സന്തോഷമാണ് കേട്ടോ, ഉപവാസ പ്രാർത്ഥനയിലൊക്കെ വന്ന് ദൂതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മുടങ്ങാതെ പറഞ്ഞതാണ്. അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം ഈ അച്ചായനും അമ്മാമ്മയൊക്കെ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ അമ്മാമ്മ പറഞ്ഞു, അത് ഈ അച്ചായൻ അങ്ങ് ചാടിക്കേടി പറഞ്ഞു. പുള്ളി നല്ല എടുത്തയാട്ടക്കാരൻ, നല്ല നിഷ്കളങ്കന. അതിനാണ് സഹോദരൻ ഞാൻ വണ്ടിയാട്ടോടെ വരാം, അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലങ്ങോട്ട്. ഇത് പറയുകയും ഈ അച്ചായന് വരും, പുള്ളി ആ നിന്നിപ്പ് വിയർത്തോ പെടുത്തോ എനിക്ക് അറിഞ്ഞുകൂടെ എൻ്റെ പൊന്നെ. തീർന്നു, അതോടുകൂടി തീർന്നു. ആഹാ, ഈ പുള്ളിക്കാരത്തെ വണ്ടി വെച്ചുകൊണ്ട് പോകാനും മാത്രമായോ നിങ്ങൾ? നിഷ്കളങ്കനാകട്ടോ പറഞ്ഞു. നിഷ്കളങ്കതയെ പറഞ്ഞ അമ്മാമ്മയുടെ ഒരു നോട്ടം. ഇങ്ങനെ ആരെങ്കിലും ആരുടെ തലമണ്ടയിൽ ഇങ്ങനെ ഇതുപോലുള്ള ഭാരങ്ങളൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇങ്ങനെ നിയന്ത്രിക്കുന്നുണ്ടോ, അതിനെ അഴിക്കണം. ചില ആളുകളുണ്ട് കെട്ടിയിട്ടില്ല, പക്ഷെ കെട്ടുന്നതിന് മുമ്പ് തന്നെ ചില അഫെയറുകളൊക്കെ ഉണ്ടാകും, ലൈനൊക്കെ ഉണ്ടാകും. രാത്രി 12 മണിക്ക് പിന്നെ ഇങ്ങനെ നോക്കിയിരിക്കുക, പെങ്കൊച്ചിനെ ആരുടെങ്കിലും ഓൺലൈൻ ഉണ്ടോ നോക്കുക. എടി 12 മണിക്ക് നീ ആരോടോ അടി ചാറ്റ് ചെയ്ത് അകാരണമായി നീ വെക്കുന്ന മുഖം അഴിക്കട മോനെ, അഴിക്ക്. അന്യായമായ ഒരു ബന്ധത്തിലേക്ക് നീ ഇടപെടാൻ പാടില്ല, നീ പോകാനേ പാടില്ല. നിന്റെ മാതാപിതാക്കൾ അറിഞ്ഞ് നിന്നെ നല്ല നിലയിൽ കെട്ടിച്ചു തരുമല്ലോ. എൻ്റെ പൊന്നു കുഞ്ഞ്, എൻ്റെ പൊന്നു മോളെ, നിന്റെ മാതാപിതാക്കൾ അറിഞ്ഞ് പാസ്റ്റർമാരെല്ലാം ചേർന്ന് മാന്യമായി കെട്ടിച്ചു വിടുമല്ലോ. പിന്നെന്തിനാ നിനക്ക് പോന്നേ? അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. നീ സ്വയം അഴിക്കുക. ആ പെങ്കൊച്ചിനോട് പറയടി, പറ്റത്തില്ലടി, നമുക്ക് പറ്റിയതല്ലടി. എങ്കിൽ ആ പെങ്കൊച്ച് നിന്നോട് പറയട്ടെ, ചേട്ടാ അത് പറ്റുന്ന പരിപാടിയല്ല, അഴിയണം. ഈ കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും ചിത്രീകരിച്ച് പറയുന്നതല്ല കേട്ടോ, ഞാൻ എല്ലാം പൊതുവിൽ പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വന്നു ഭവിച്ച ബന്ധനങ്ങൾ, ദൈവത്തിന് സ്തോത്രം. നിന്റെ ജീവിത പങ്കാളി അറിയാതെ അവളെക്കാട്ടിലുപരിയായി നീ ആർക്കെങ്കിലും ആരോടെങ്കിലും ഒക്കെ അന്യായമായ വിഹിതമായ ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതഴിയണമെന്ന് യേശുവിന്റെ നാമത്തിൽ. അതിനാണ് ഈ ഉപവാസം. അങ്ങനെ പോകുമ്പോഴാണ് ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത്. യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് അന്യഭാഷ പറയുന്നതല്ല. യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് നിനക്ക് ഇഷ്ടമുള്ള പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി പ്രസംഗം കേൾക്കുന്നതല്ല. യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് നിനക്ക് കംഫർട്ട് സോണിൽ ഫാനിന്റെ കാറ്റും കൊണ്ട് നീ സുരക്ഷിതമായിരുന്ന് കൈയടിക്കുന്നതല്ല. യഹോവയ്ക്ക് ഇഷ്ടമുള്ള ഉപവാസം എന്ന് പറയുന്നത് നിന്നിലെ പക മാറ്റുന്നതാണ്, നിന്നിലെ കുശുമ്പ് മാറ്റുന്നതാണ്, നിന്നിലെ അന്യായ ബന്ധനങ്ങളെ നീ അഴിക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പകലിൽ അതിലേക്ക് സഭ വരട്ടെ, അതിലേക്ക് കുടുംബങ്ങൾ വരട്ടെ, അതിലേക്ക് വ്യക്തികൾ വരട്ടെ. അതാണ് എൻ്റെ ആഗ്രഹം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അന്യായ ബന്ധനങ്ങൾ അഴിക്കുക, മുഖത്തിന്റെ ആമിക്കയറുകളെ അഴിക്കുക. പിന്നെന്താ പറയുന്നത്? പീഡിതരെ. ചില വീടുകൾ എൻ്റെ പൊന്നെ, പോലീസ് സ്റ്റേഷനാണോ കോടതിയാണോ, സ്നേഹത്തിൻ്റെ ഒരു കണികയൊന്നുമില്ല. അച്ഛനിങ്ങനെ അമ്മയെ നിരന്തരം മാനസികമായിട്ട് പീഡിപ്പിക്കുന്നു, പിള്ളേരെ പീഡിപ്പിക്കുന്നു. പീഡനമുറകൾ. കോടതിയാണോ പോലീസ് സ്റ്റേഷനാണോ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം. അത് ഞാൻ ഇങ്ങനെ ഒരു കസേരയിൽ ഇങ്ങനെ ഇരിക്കുക. ഒരു ഉദാഹരണം പറയാം. പെട്ടെന്ന് പുള്ളി ഒരു ചുളുങ്ങിയ മടങ്ങിയ ഒരു നോട്ട് കൈ പിടിച്ച് ജഡ്ജിയെ പോലെ ഇരിക്കുക. കുഞ്ഞനമ്മേ. അപ്പം അമ്മാമ്മയ്ക്ക് മനസ്സിലായി വരാനാ വിളിക്കുന്നത്. വരാനൊന്നും പറയത്തില്ല. അത് കേട്ടപ്പോൾ തന്നെ പാവം പിടിച്ചോളൂ ഇങ്ങനെ ചട്ടുകേട്ടൊക്കെ വന്ന് അടുക്കളയിൽ നിന്ന് ഓടുക. എൻ്റെ ഷർട്ട് കഴുകിയപ്പോൾ നീ ഇത് കണ്ടില്ലേ? നോട്ടേ. എൻ്റെ പൊന്നച്ചായ അത് എടുത്തിട്ട് വേണമായിരുന്നു കൊടുക്കാൻ. ഞാനാണെ പറയും, എൻ്റെ പൊന്നച്ചായ ഇങ്ങനെയൊക്കെ നിങ്ങൾ പോലീസ് പറയുന്ന വീട്ടിൽ നടത്തണ്ട. നീ കണ്ടില്ലേ ഇത് കഴുകിയപ്പോൾ ഈ നോട്ട് കിടന്നത്? SI ആണോ, സർക്കിളാണോ, SP ആണോ, അതോ ജഡ്ജാണോ എനിക്കറിഞ്ഞുകൂടാ. പോലീസ് സ്റ്റേഷൻ അല്ല നമ്മുടെ വീട്.
ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾ നിന്റെ ഉദാസീനത കൊണ്ടും നിന്റെ അശ്രദ്ധ കൊണ്ടും വന്നിട്ട് ഭാര്യയുടെ മേൽ ഇങ്ങനെ പഴിചാരുന്ന, ഇവിടെയല്ല കേട്ടോ, ഇവിടെ എല്ലാവരും നന്നായിട്ട് നിങ്ങളെ കുടുംബത്തിൽ നയിക്കുന്നവരാണ്. ഞാൻ നിങ്ങളെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി എവിടെയെങ്ങാനും ഉണ്ടെങ്കിൽ ഞാനിന്ന് പകൽ കൈകൂപ്പി പറയുകയാണ്, ഇതൊരു പീഡനം. ഇങ്ങനെ നീ നിന്റെ വാക്കുകൾ നിമിത്തമായി നിന്റെ ഭാര്യ നിരന്തരം പീഡയേൽക്കുകയാണെങ്കിൽ, നിന്റെ കുഞ്ഞ് നിരന്തരം പീഡയേൽക്കുകയാണെങ്കിൽ, ആ പീഡകനെ, ആ പീഡിക്കപ്പെടുന്നവനെ, പീഡിതനെ നീ സ്വതന്ത്രനാക്കണം യേശുവിനെ. അതായത് നിന്റെ ഈ പോലീസ് മുറയെല്ലാം മാറ്റിവെച്ചിട്ട്, നിന്റെ ഈ കോടതി സംസ്കാരമെല്ലാം മാറ്റിവെച്ചിട്ട്, സ്നേഹത്തിന്റെ സംസ്കാരം ഒരു പുതിയ മാനം നയിപ്പാൻ, ഭവനത്തിലേക്ക് സ്നേഹത്തിന്റെ കുളിർമഴ പെയ്യാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട അപ്പച്ച, ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കേണ്ട അമ്മച്ചി. ഇന്ന് പകൽക്കാലം നീ നിമിത്തം ആരെങ്കിലും ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ അത് ഇന്ന് പകൽക്കാലം അഴിയണം. അതാണ് ഉപവാസം. അങ്ങനെയാകണം ഉപവാസം. പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക. ദൈവത്തിന് മഹത്വം. ദൈവത്തിന് മനസ്സിലാകുന്നുണ്ടോ? അലൻമോനെ മനസ്സിലാകുന്നുണ്ടോ? പിള്ളേർക്കറിയാം, നമ്മുടെ പിള്ളേരൊക്കെ ആരാന്നറിയോ? നല്ല മിടുക്കന്മാരാണ്, നല്ല കുഞ്ഞുങ്ങളാണ്. പീഡിതരെ നീ സ്വതന്ത്രരാക്കണം. നാട്ടിൽ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ രൂക്ഷമായിട്ടൊക്കെ നോക്കുന്നുണ്ടോ? ഇഷ്ടക്കേട് മോന്തൊക്കെ വീർത്തി കാണിക്കുന്നുണ്ടോ? ചിലയിടത്തൊക്കെ വന്ന് ഒരു സംസാരിക്കാൻ പോലും പേടിയാ. അമ്മമ്മയുടെ മോന്ത തെളിയത്തില്ല. നീ നിമിത്തം ആരും പീഡിപ്പിക്കപ്പെടരുത്. പീഡിതരെ സ്വതന്ത്രരാക്കുക. പിന്നെ എല്ലാ നുകത്തെയും തകർക്കുക. ഈ നിലകളിൽ നീ വർത്തിച്ച് നീ പെരുമാറിയത് നിമിത്തമായി ദൈവത്തിന് എവിടെയെങ്കിലുമൊക്കെ നിന്റെ ഭവനത്തിൽ നിന്റെ തലമുറയിൽ വന്നു ഭവിച്ച ഇത്തരം നുകങ്ങളെ തകർക്കണം. അത് തകർക്കാൻ കർത്താവ് വരില്ല. അത് തകർക്കാൻ വേണ്ടി തകർക്കുന്ന രാജരാജൻ സൈന്യത്തിൻ്റെ മുമ്പിലായെന്ന ആ പാട്ട് ഇങ്ങനെ 100 മൈൽ സ്പീഡിൽ ഇങ്ങനെ പാടിയിട്ട് തമ്പേർ അടിച്ച് പൊട്ടിച്ചാലും അത് തകരില്ല. അത് തകർക്കാൻ ഉത്തരവാദിത്വം നീ തന്നെ ഏറ്റെടുക്കണം യേശുവിന്റെ നാമത്തിൽ. ഇതല്ലയോ എനിക്കിഷ്ടമുള്ള ഉപവാസം? ദൈവം പറയുകയാണ്, അന്യായ ബന്ധനങ്ങളെ നീ അഴിക്കുന്നതും നുകത്തിന്റെ അമിക്കേറുകൾ നീ അഴിക്കുന്നതും എല്ലാ പീഡിതരും സ്വതന്ത്രരാക്കപ്പെടുന്നതും എല്ലാ നുകങ്ങളെ തകർക്കുന്നതുമാണ് എനിക്കിഷ്ടമുള്ള ഉപവാസം. അതൊരു തലമാകട്ടെ. ഒരു നാണയത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്ന പോലെ ഒരു വശം, മറുവശം അടുത്ത വാക്യമാണ്. പിന്നെന്താ പറയുന്നത്? അടുത്ത വാക്യം, 7ാമത്തെ വാക്യം. വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കൾ നിന്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങൾക്ക് നിന്നെ തന്നെ മറക്കാതിരിക്കുന്നതുമല്ലയോ? ദൈവം പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ അനീതിയുടെ, അന്യായത്തിൻ്റെ, പകയുടെ, കൈപ്പുള്ള അനുഭവത്തിൽ നിന്നെല്ലാം നീ മാനസാന്തരപ്പെട്ടിട്ട് നീ സഹാനുഭൂതിയിലേക്ക് വരണമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. നീ കരുണയിലേക്ക് വരണമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. നീ സ്നേഹത്തിലേക്ക് വരിക, നീ സഹിഷ്ണുതയിലേക്കും സഹാനുഭൂതിയിലേക്കും വരണം. ഇതാണല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്? ഈ 16ാം ദിനത്തിൽ, ഇന്നത്തെ ദിവസം മുതൽ 21 days ഫാസ്റ്റിംഗ് ആരംഭിക്കുമ്പോൾ ഒന്ന് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇനിയും മാനസാന്തരപ്പെടുവാനുള്ള തലങ്ങളുണ്ട്, ഞാനിത് മനസ്സിലാക്കുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങളോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്, എൻ്റെ ഭാര്യയോട് ഞാൻ ക്രൂരമായി പെരുമാറിയിട്ടുണ്ട്, എൻ്റെ കൂട്ടുവിശ്വാസിയോട് ഞാൻ പകയോടെ പെരുമാറിയിട്ടുണ്ട്. ഇതെല്ലാം എന്നിലെ അന്യായ ബന്ധനമാണ്, എന്നിൽ അത് മുറുകുകയാണ്. അപ്പോൾ ഇന്ന് പകലിൽ അങ്ങയുടെ ദാസരുടെ കേട്ട വചനം ഞാൻ ഏറ്റെടുക്കുകയാണ്. ഞാൻ അഴിക്കാൻ തയ്യാറാണ്. ഹൃദയ നുറുക്കത്തോടെ ഇന്ന് പകൽ നീ അങ്ങനെ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ഈ ദൂത് ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷേ എനിക്കൊരു കാര്യം പറയാം, ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ഈ ദൂത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടു. ഞാൻ മാനസാന്തരപ്പെടുന്ന ദൂത്, സഭ രൂപാന്തരപ്പെടുന്ന ദൂത്, കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്ന ദൂത് ഈ പകൽ അന്യായ ബന്ധനങ്ങൾ അഴിയട്ടെ, നുകത്തിന്റെ അമിക്കറുകൾ പൊട്ടിമാറട്ടെ യേശുവിന്റെ നാമത്തിൽ. നീ നിമിത്തം പീഡിപ്പിക്കപ്പെടുന്ന ജീവിതങ്ങൾ പീഡനത്തിൽ നിന്ന് മോചിക്കപ്പെടട്ടെ. സഭ സ്വതന്ത്രമാകട്ടെ. വ്യക്തികൾ, കുടുംബം, വ്യക്തികൾ, ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ.
പണ്ടൊരു കാലത്ത് മോശ കണ്ട മുൾപ്പടർപ്പിൽ അഗ്നിയുള്ളിൽ കത്തിയ ഒരു അഗ്നിയെ ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എല്ലാവരും ഒന്ന് കരമടിച്ച് പാടാമോ? മുഴങ്കാൽ ഇരിക്കുവാൻ കഴിവുള്ളവർ മുഴങ്കാൽ നിന്ന് പാടണം. നിന്ന് ആരാധിക്കാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ നിന്ന് നൃത്തം ചെയ്ത് ആരാധിക്കണം. യേശുവിന്റെ നാമത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ഇതാ ഒരു വലിയ സ്വർഗീയ അഗ്നി നമ്മുടെ നടുവിൽ കർത്താവ് പെയ്യിക്കാൻ പോവുകയാണ്. ഒരു വലിയ മഴ പെയ്യാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഓ എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ പണം ചെയ്യുന്നു. എന്നെയും എനിക്കുള്ള ഓ ഹല്ലേലൂയ. സണ്ണിച്ചാൽ നിന്ന് ആരാധിക്കുക, നിന്ന് ആരാധിക്കാൻ കൊതിയുള്ളവർ നിന്ന് ആരാധിക്കാം കേട്ടോ. എത്തിക്കായെന്നിൽ തീ ഓ സ്വർഗീയ രാജാവേ തീ തീ കത്തിക്കായെന്നിൽ സ്വർഗീയ തീ കത്തിക്കാം. ഓ പണ്ടൊരു കാലത്ത് മോശ കണ്ട മുൾപടർപ്പി കത്തിയോർ. ഓ പണ്ടൊരു കാലത്തിൽ മോശ കണ്ട മുൾപടർപ്പേരുള്ളിൽ കത്തിയോർ. ഓ തീ കത്തിക്കായെന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ തീ കത്തിക്കായെന്നിൽ. ഓ ശതനേരേ സ്വർഗീയ രാജാവേ. ഓ മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ. മനസ്സിനെ നീക്കിടും. ഓ മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ. മനസ്സിനെ ശുദ്ധിയെ നീക്കിടും. ഓഹോ തീ കത്തിക്കായെന്നിൽ തീ കത്തിക്കാ സ്വർഗീയ ശബരാജകനേ. തീ കത്തിക്കായെന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ. ഓ എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ പണം ചെയ്യുന്നു. എന്നെയും എനിക്കുള്ള സകലത്തെയും യാഗമായ പണം തീ കത്തിക്കായെന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ. തീ കത്തിക്ക. ഓ തീ കത്തിക്ക എന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ. തീ കത്തിക്ക. ഓ പെന്തക്കോസ്താളിലെ അഗ്നിനാവാൽ ചന്തമോടും പകർന്ന പോൽ. പെന്തക്കോസ്താളിൽ അഗ്നിനാവാൽ ചന്തമോടും പകർന്ന പോൽ. ഓ തീ കത്തിക്ക ഹല്ലേലൂയ. പരിശുദ്ധമായ തീ. ഓ തീ കത്തിക്കായെന്നിൽ തീ കത്തിക്കാ സ്വർഗീയ രാജാവേ. തീ കത്തിക്കാ മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കാൻ. എന്റെ മനസ്സിന് ശുദ്ധിയെ നീ. ഓ മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കാൻ. ൂടമാനകജാരതനാരബല ഔഷേരിതനേരേൽ തീ കത്തിക്കാ. പരിശുദ്ധമാവിന്റെ തീ ഈ കുഞ്ഞിന്റെ മേൽ ദൈവം കത്തിക്കണമേ. പരിശുദ്ധമാവിന്റെ അഗ്നി ഈ കുഞ്ഞിന്റെ മേൽ നിറങ്ങണമേ. തീ കത്തിക്കായെന്നിൽ
കുഞ്ഞിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന് തീ ഇറങ്ങുവാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിന്റെ മേലൊരു തീ കത്തിക്കണമേ. സ്വർഗീയ രാജാവേ തീ കത്തിക്കാ തീ. ഹല്ലേലൂയ. പെന്തക്കോസ്താലിന്റെ അഭിഷേകത്തിന് തീ ഈ കുഞ്ഞിന്റെ മേൽ കത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി ഇവിടെ മേൽ തീ പകരേണ്ടതിനായി പ്രാർത്ഥിക്കും. തീ കത്തിക്കാൻ എന്നിൽ യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ തീ കൊണ്ട് നേർകൊണ്ട് കെട്ടിക്കുന്ന വചനം ചൊല്ലി ഈ പതിനെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരഭിഷേകത്തിന് തീക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരു പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കുഞ്ഞുങ്ങളുടെ മേലെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വിടുതലായി വെളിപ്പെട്ട് വരട്ടെ. അഭിഷേകത്താൽ പ്രിയവചനം നടക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ തന്നെ സാധാരണമായ ദൈവകൃപ ദൈവങ്ങളിലേക്ക് എത്തിക്കുക. ഒരു പുത്തൻ കൃപയാധികം നടക്കുന്നതിനായി തീ കത്തിക്കാ എന്നിൽ തീ കത്തിക്കാ. സ്വർഗീയ രാജാവെ തീ കത്തിക്കാ. ഓ തീ. ഹല്ലേലൂയ. അവനന്തരമുടവനാ ഉടനാ